രഹസ്യാന്വേഷണ നീക്കങ്ങളിൽ അടക്കം മുന്നിൽ നിൽക്കുന്ന പോരാളികൾ ആണ് അവർ. ഡാൻ കുര്യൻ അവിടെ നിന്ന് ചേരുന്നു. ഡാൻ, നമുക്ക് ഈ വൈകാരികമായി മാത്രമേ ഇവരെ യാത്രയയക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അവരുടെ പ്രതികരണങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. സൈനിക ഉദ്യോഗസ്ഥർ പ്രതികരിക്കുമോ എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും നമ്മുടെ സ്നേഹം അവർക്ക് നമ്മൾ തിരികെ നൽകിയാണ് ആ സൈനികരെ നമ്മൾ യാത്രയയക്കുന്നത്. ഡാൻ, തന്നെ ഏകോപിപ്പിക്കുന്നവരാണ് നമ്മുടെ അഭിമാനമായ സൈന്യം. ആ സൈന്യത്തിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങുന്നത്. സ്വാഭാവികമായും അത്തരമൊരു നീക്കത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആ ബെയിലി പാലം നിർമ്മാണത്തിലടക്കം ഏർപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കും ഇനി ഇവിടെ തുടരുക. ബാക്കിയുള്ളവരാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. സ്വാഭാവികമായി ഇതാ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. It is just possible because of their help. Every day we were going with the new hope, and just because of the support of the people and the morale of the troops, this could be possible. Now you are moving to our base. We are located at Kannur. We came all over from the Kannur to this place, so we are going back to Kannur. People of Kerala thanking you. So we also reciprocate. കണ്ണൂർ ക്യാമ്പിലേക്ക് മടങ്ങുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി ഇത്രയധികം ദിവസങ്ങൾ 10 ദിവസത്തിലധികം തെരച്ചിലിന് നേതൃത്വം നൽകിയതിനു ശേഷമാണ് ഈ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് വിവിധ ക്യാമ്പുകളിലേക്കായി അവരുടെ ക്യാമ്പുകളിലേക്കായി മടങ്ങുന്നത്. പക്ഷേ ഒരു വിഭാഗം ഇവിടെ തന്നെ തുടരും. അവർ തെരച്ചിൽ ദൌത്യത്തിലടക്കം പങ്കാളികളാകും എന്നും അവർ വ്യക്തമാക്കുന്നു. സ്വാഭാവികമായി നിസ്സഹായതയോടെ നമ്മൾ നോക്കി നിന്ന ഒരു അവസരത്തിൽ എങ്ങനെ ഈ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുമെന്ന് ആശങ്കപ്പെട്ട സമയത്ത് കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ട് കൂടി 2 ഹെലികോപ്റ്ററുകളിലായി അടിയന്തരമായി കൽപ്പറ്റയിലേക്ക് എത്തി അവിടെ നിന്ന് ഈ രക്ഷാദൌത്യം ഏറ്റെടുത്തതും അത് വിജയിപ്പിച്ചതും ഈ ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നത്. And the media has been too supportive, and Indian Armed Forces, that is the Indian Army and Navy, was requisitioned by the government on 30th, and we have worked here hands in hand with each other, and that is how we could get the rescue in time, and we are there for the country, and it is our honor to serve our people. Thank you so much. Thank you. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി AK ശശീന്ദ്രന്റെ മന്ത്രി മുഹമ്മദ് റിയാസും അവരെ ചേർത്ത് പിടിച്ച് നന്ദി പറയുകയാണ്. കാരണം അത്രയധികം ദുഷ്കരമായ ഒരു ദൌത്യം, ആ ദുഷ്കരമായ ദൌത്യത്തിൽ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കയെയും ചൂരൽമലയെയും പുറം ലോകവുമായി ബന്ധിപ്പിച്ചത് ഈ സൈന്യമായിരുന്നു. അവർ തീർത്ത ബെയിലി പാലത്തിലൂടെയാണ് ജീവൻ മാത്രം ബാക്കി കിടന്ന 100 കണക്കിന് ആളുകളെ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നും രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ചത്. ഈ ദൌത്യത്തിന് നേതൃത്വം നൽകിയ രോഹിത് ജെയ്തൈൻ നമ്മോടൊപ്പം ചേരുന്നു. യു ആർ ഫ്രം വിച്ച് റെജിമെന്റ്? I am from Marathalai. How many of you are here? But we represent the team which has come from Trivandrum, Pangod camp. You are from Pangod camp? Yes. How many of you reached here from Pangod? We were 6 officers, 6 JCOs and 155 other ranks. Okay. How was the experience here? Experience, as I have said earlier also, we were given a task and we did our task. That is all what I can say about my experience here. Though we were effectively supported by all civil administration and the police and the other government authorities. Okay. എന്തായാലും ജില്ലാ കളക്ടർ അവരുടെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ അനിവാര്യമാണെന്ന് തോന്നുന്നു. നേരത്തെ മാഡം സൂചിപ്പിച്ചു കഴിഞ്ഞു എത്രമാത്രം ദുഷ്കരമായിരുന്നു ഈ ദൌത്യമെന്ന്. ഈ സൈന്യത്തിലെ